ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എവിടെയെങ്കിലും ഒരു നിമിഷം ഒന്ന് സ്വസ്ഥമായിരിക്കാമോ? കണ്ണുകൾ അടച്ച് കൈകൾ മടിയിൽ വെച്ച് ദീർഘശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക. മനസ്സൊന്ന് ശാന്തമാകട്ടെ. തിരയിളകുന്ന അലയാഴിയിലെ തിരകളൊന്ന് ശാന്തമാകട്ടെ. നമുക്കിന്ന് നമ്മുടെ അധരത്തെക്കുറിച്ച് ധ്യാനിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും ലേഡീസ്, പെൺകുട്ടികളും സ്ത്രീകളും അധരത്തിൽ ചായം പൂശാറുണ്ട്. ചായം പൂശി മനോഹരമായ അധരങ്ങളുള്ള ഒരു പെൺകുട്ടി വായിൽ നിന്ന് ചീത്ത വാക്കുകൾ മാത്രം പറയുന്നത് ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. എത്ര അരോചകമായിരിക്കും! ചുണ്ടിൽ ചായം പൂശാതെ ഒരു പെണ്ണ് പറയുന്ന ചീത്ത വാക്കുകൾക്കും ചുണ്ടിൽ ചായം പൂശിയിട്ട് ഒരു പെണ്ണ് പറയുന്ന ചീത്ത വാക്കുകൾക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. അധരം മനോഹരമായ ഒരാശയമാണ്. നമ്മുടെ മനസ്സിലേക്ക് അധരം എന്ന് വാക്ക് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളിൻ്റെ, അതൊരുപക്ഷെ ഒരു കുഞ്ഞായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം, നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും ആകാം. ആ അധരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്നേഹമായിരിക്കും. അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞു പൂ വിരിഞ്ഞു വരുന്നത് പോലെ ആയിരിക്കും ആ അധരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുഞ്ചിരി വരുന്നത്. എത്ര മനോഹരമായ ഒരു അവയവമാണ് ദൈവം നമ്മുടെ മുഖത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഒരു പാട്ടുണ്ട്, ഓരോരോ അധരവും ദൈവസ്തുതി സാഗരം എന്ന്. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ചുണ്ടുകൾ, നമ്മുടെ അധരത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാവട്ടെ. നമ്മുടെ അധരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന വാക്ക് ഒരു സ്നേഹത്തിൻ്റെ മഴയായിരിക്കട്ടെ, ക്ഷമിക്കലിൻ്റെ ഒരു തേരോട്ടമായിരിക്കട്ടെ, പുഞ്ചിരിയുടെ ഒരു സാഗരമായിരിക്കട്ടെ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നാവും അധരവും നൽകിയിരിക്കുന്നത് നല്ലത് മാത്രം സംസാരിക്കാനാണ്. എന്നാൽ അപ്പസ്തോലൻ തന്നെ പറയുന്നുണ്ട്, ഒരേ സമയം കയ്പും മധുരവും വരുന്ന ഒരു നദിയാണത്, തീയാണത്, ദുഷ്ടതയുടെ ലോകം തന്നെയാണ് നാവെന്ന്. ആ ദുഷ്ടതയുടെ ലോകത്തെ അടച്ചു സൂക്ഷിക്കാനുള്ള പൂട്ടും താക്കോലുമാണ് ഞങ്ങളുടെ അധരമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അധരം ദൈവസ്തുതി സാഗരമാക്കി മാറ്റണമേ. ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ ദിവസം നല്ലത് മാത്രമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.